കോളേജിലായാലും സ്കൂളിലായാലും ഒരു കുട്ടി പരാതിപ്പെട്ട് അവരെ കോളേജിനകത്ത് വെച്ച് അടിച്ചാൽ അതൊരു ഇന്റേണൽ അവിടുത്തെ ആൾക്കാരുടെ ചുമതലയല്ല, അവിടുത്തെ ലോക്കൽ SIയും അല്ലെങ്കിൽ ലോക്കൽ CIയുടെയും അവിടുത്തെ DYSPയുടെ ചുമതലയാണ്. ഒരു കോളേജിലോ സ്കൂളിലോ ഒരു കുട്ടിയെ മർദ്ദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കേസ് എടുക്കണം. അല്ലാതെ ആ കോളേജുകാരുടെ ആ ഒരു റിപ്പോർട്ട് കിട്ടാനല്ല പോലീസിനെ വിനിയോഗിച്ചിരിക്കുന്നത്. ആര് വന്നാലും അങ്ങനെ കേസെടുക്കണം. ആ മൊഴി വിശ്വസിക്കുന്നെങ്കിൽ കേസെടുക്കണം. കേസെടുത്തു കഴിഞ്ഞ് പിന്നെ അത് റെഫർ ചെയ്യുകയോ എന്തുവേണം ചെയ്യാം, പക്ഷേ FIR എടുത്തേ പറ്റുള്ളൂ. ഇവിടെ ഈ കോളേജുകളിലെ ഈ മുറി കൊടുത്ത ആ കോളേജ് പ്രിൻസിപ്പളിനെ എല്ലാ കേസിനകത്തും പ്രതിയാക്കേണ്ടി വരും. കാരണം അതിനുള്ള നിയമ നടപടിയിലോട്ട് പോലീസ് പോയില്ലെങ്കിൽ ജനങ്ങൾ സംഘടിച്ച് അതിന് പോകണം. കാരണം കോളേജിലെ അധ്യാപകനും അവിടുത്തെ പ്രിൻസിപ്പളും അവരാണ് ഈ കുട്ടികളെ നിയന്ത്രിക്കേണ്ടത്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പോലീസിൽ പരാതിപ്പെടണം. ഇവന്മാരെ കോളേജിൽ നിന്ന് ഡീബാർ ചെയ്ത് കളയണവന്മാരെ. ക്രിമിനലിനെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളല്ല കേരളത്തിലെ കോളേജുകൾ. കോട്ടയത്തെ നമ്മൾ ഡിസ്മിസ് ചെയ്ത് അവരെ കേരളത്തിലെ ഒരു കോളേജിലും പഠിപ്പിക്കരുതെന്നാണ് പറയുന്നത്. കാരണം ക്രിമിനലായി ആണ് അവര് ഇത്രയും വർഷം അവര് 16, 17, 18 വയസ്സ് വരെ ക്രിമിനലായി ജീവിച്ച കുട്ടികളാണ്. അത് മറ്റു കുട്ടികൾക്ക് അരോചകമാണ്. അവരുടെ പഠനം നടക്കത്തില്ല. കേരളത്തിൽ നിരോധിക്കേണ്ട സംഘടന തന്നെയാണ് SFI. ഓരോന്ന് നമ്മൾ എടുത്തു നോക്കിക്കോളൂ. പൂക്കോട്, അതും കോട്ടയത്തായി, അതിന് കൊല്ലത്തെ ഒരു നഴ്സിംഗ് കോളേജിലെ ഒരു പ്രശ്നം, ഇപ്പം കാര്യവട്ടത്ത് കുറെ നാളായി. കേരള യൂണിവേഴ്സിറ്റിയിൽ എത്ര പ്രാവശ്യമാണ് തല്ലു അടിയും നടക്കുന്നത്. പോലീസൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാര് ഇവർക്ക് പിന്തുണ കൊടുക്കരുത്. SFIയിൽ പ്രവർത്തിക്കുന്ന കുട്ടി ആ സംഘടന കേരളത്തിൽ നിരോധിക്കേണ്ട സമയമായി. കാരണം എറണാകുളത്തെ ഓരോ കോളേജിൽ നമ്മൾ പരിശോധിച്ചോളൂ, അവിടെയെല്ലാം പത്തനംതിട്ടയിലും കൊല്ലത്തും ഒക്കെ ലോ കോളേജുകളിൽ അവിടെ കുറെ കുട്ടികൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് SFIക്കാരെ. അപ്പൊ അതുകൊണ്ട് ഇവര് ക്രിമിനൽ സംഘമാണ് എന്ന് ബോധ്യമാണ്. ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് ആ സംഘടനയെ നിരോധിക്കാനായിട്ട് ഗവൺമെന്റ് നടപടി എടുക്കണം. ഗവൺമെന്റിന്റെ കുഞ്ഞാടുകളായിരിക്കാം ചിലപ്പോൾ, അതൊന്നും നോക്കരുത്. ഗവൺമെന്റിന് ഒരു കൃത്യമായ ഭരണഘടന അനുസരിച്ച് ഭരിച്ചു നടക്കുന്ന ഒരു ഗവൺമെന്റിനോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു കൃത്യമായി ഇത് നിരോധിക്കേണ്ട സംഘടനയാണ്. കോളേജുകളിലൊന്നും രാഷ്ട്രീയം കാരെ വാർത്തെടുക്കുന്നതല്ല ഉദ്ദേശം. വിദ്യാഭ്യാസപരമായി നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേക ഓർമ്മ വരണം. കാരണം പൂക്കോട് ആ സിദ്ധാർത്ഥൻ എന്ന ആ ഒരു കുട്ടിയെ കൊന്നത് 2-3 ദിവസം കൊണ്ട് പട്ടിണിക്കിട്ട് തല്ലിച്ചതച്ച് അവനെ വെയിലത്തിട്ട് അവരെ കക്കൂസി കൊണ്ട് കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. അത് മർഡർ കേസാണ്. പക്ഷെ അതിനകത്ത് CBI അന്വേഷണം വന്ന് ആര് വന്നാലും ശരി, അത് ക്ലീൻ ആയിട്ട് ഒരു മർഡറാണ്. അപ്പനും അമ്മയ്ക്കും ആ കുട്ടിയെ നഷ്ടപ്പെട്ടു. ആ ആൺകൊച്ചിനെ വിലാപം, അതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അത് തന്നെയല്ലേ ഏലപ്പാറക്കാരൻ ആ ഒരു കൊച്ചിനെ കൂടുതലായിട്ട് അവർ ചെയ്ത പ്രവൃത്തി. അവനെ കണ്ട് കാലും കൈയും കെട്ടിയിട്ടിട്ട് അവന്റെ ദേഹത്ത് മുഴുവൻ കോമ്പസ് കൊണ്ട് വരഞ്ഞ്, അതൊക്കെ എത്ര ക്രൂരമായ വിനോദമാണ്. അവരൊക്കെ ക്രിമിനലാണ്. സമൂഹത്തിൽ ഇവരെ ആവശ്യമില്ല, കോളേജിലും സ്കൂളിലും ആവശ്യമില്ല. അതാണ് ഗവൺമെന്റ് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയില്ലെങ്കിൽ ഈ കോളേജുകളിലെ ഇതുപോലെയുള്ള ഇടിമുറികള് എല്ലാം സീൽ ചെയ്യാൻ കൺസേൺഡ് ആയ SHOയ്ക്ക് അധികാരമുണ്ട്. SHOമാർ അത് സീൽ ചെയ്യണം. അത് അവിടെ പ്രവർത്തിക്കണ്ട. ആ മുറിയുടെ ഇടിമുറിക്ക് സൗകര്യം കൊടുത്ത പ്രിൻസിപ്പള്, അവിടെ വൈസ് പ്രിൻസിപ്പള്, ആ കോളേജിലെ കമ്മിറ്റി അംഗങ്ങളെ പ്രതിയാക്കിക്കൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ ഞാൻ പറയുന്നത്. അത് എല്ലാ സ്ഥലത്തും അത് വേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള ഒന്നും അല്ല രാഷ്ട്രീയ പാർട്ടികൾ അല്ല രാഷ്ട്രീയ പാർട്ടി സംഘടനകളിലെ ഈ കുട്ടികളെ സ്റ്റുഡൻസിനെ വിഭാവന ചെയ്തിട്ടില്ല. അത് അവരുടെ കാര്യം. പക്ഷെ കോളേജും സ്കൂളുകളിലും ഇതുപോലെയുള്ള പ്രവർത്തനം ക്രിമിനാലിറ്റി അല്ലെ ക്രിമിനലിനെ വെട്ടി വാഴിക്കാനായിട്ട് പ്രിൻസിപ്പളും അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ രാഷ്ട്രീയ സംഘടന അനുവാദം കൊടുക്കുന്നെങ്കിൽ അവരെ പ്രതി ചേർത്ത് വേണം പോലീസ് മുന്നോട്ട് പോകാൻ. അതിനാണ് ഹൈക്കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിക്കേണ്ടത്. മാതാപിതാക്കൾ അങ്ങനെ ഡയറക്ഷൻ വാങ്ങിക്കും. കാരണം ഇത് സീൽ ചെയ്യേണ്ടതാണ്. ഈ ഇടിമുറികളെല്ലാം കേരളത്തിലുള്ള എല്ലാ കോളേജിലും, എല്ലാ +2 നിലവാരത്തിലുള്ള കോളേജുകളിലും, എല്ലാ ടെക്നോളജിക്കൽ കോളേജുകളിലും, എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും, MBBS ആയാലും ശരി, അവിടെയൊക്കെ ഇടിമുറിയുള്ള സ്ഥലം മുഴുവൻ നിരോധിക്കണം, സീൽ വെക്കണം. അത് പ്രിൻസിപ്പളിന്, ഓരോ കൺസേൺഡ് കോളേജിലെയും സ്കൂളിലെയും പ്രിൻസിപ്പളിന് അതിന് ഭയമാണെങ്കിൽ, അവിടുത്തെ രാഷ്ട്രീയ സംഘടനയുള്ള അധ്യാപകരെ ഭയമാണെങ്കിൽ പോലീസ് ആ പണി ചെയ്യണം. അത് സീൽ ചെയ്യണം. പ്രത്യേകിച്ച് കാര്യവട്ടത്തെ ഈ സ്കൂളിനകത്ത് കുറെ നാളുകളായി ഇടിമുറിയായിട്ട് പല ആരോപണം വന്നു. അത് ഈ ഒരു കേസോട് കൂടി അതെങ്കിലും സീൽ ചെയ്യാനായിട്ട് ഇവിടുത്തെ റൂറൽ SP അല്ലെങ്കിൽ ADGP അല്ലെങ്കിൽ DGP തയ്യാറാകണം. അങ്ങനെയാണ് ക്രിമിനലിനെ നമ്മൾ ഒതുക്കുന്നത്. അതുകൊണ്ട് അത് മറന്നു പോകരുത്. അത് ഏത് ഭരണകക്ഷിയുടെ സംഘടനയായാലും ശരി, ആരായാലും ശരി, അത് വളർത്തുന്നത് ശരിയല്ല. അത് പോലീസ് അത് ഭരണകക്ഷിയോടുള്ള കൂറ് കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. ഇവർക്കെതിരായി ശക്തമായ നടപടി എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ SFI ബിൻസ് ജോസിന്റെ അമ്മയുടെ വിലാപം
അപ്പന്റെ വിലാപം നമ്മൾ കേട്ടുകയാണ്. അവർ തകർന്നുപോയി. ആ കൊച്ചിനെ അവിടുന്ന് മാറ്റി ഇനി അവിടെ പഠിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇടിമുറി സൂചിക്കണോ എന്ന് ഞാൻ പറയുന്നത്. അവിടുത്തെ ഈ കുട്ടിയെ പീഡിപ്പിച്ച വിദ്യാർത്ഥികളുടെ ഡീപാറയിൽ അവരെ കേരളത്തിലെ ഒരു സ്കൂളുകളിലും അവരെ പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ക്രിമിനലിനെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണം. അവർക്ക് പൂജപ്പുരയിൽ പോയി കിടന്നാൽ മതി. അതിശക്തമായ നടപടികൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ എടുക്കണം. രാഷ്ട്രീയ മത ചിന്തയില്ലാതെ എടുത്തിട്ട് ഈ സംഘടനയെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.